വടക്കൻ കേരളത്തിൽ ഇത്തവണ ലീഗിന്റെ ഒരു സർവാധിപത്യം നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് വലിയൊരു പെർഫോമൻസിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ NDAയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് അപ്രതീക്ഷിതമെന്ന് കരുതിയ ഇടങ്ങളിൽ, കോട്ടകൾ എന്ന് കരുതിയ ഇടങ്ങളിൽ ഒക്കെ കാണുന്നതല്ലേ വടക്കൻ കേരളത്തിലെ കാഴ്ച? എങ്ങനെ വിലയിരുത്താം വടക്കൻ കേരളത്തിന്റെ വിധിയെഴുത്തിനെ? സുജ, വടക്കൻ കേരളത്തിനൊപ്പം വിധി എഴുതിയെന്ന് പറയണം. കാരണം ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി കേരളത്തിലേറ്റപ്പോൾ അതിന്റെ എല്ലാ സ്വഭാവങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ തിരിച്ചടികളും വടക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിലോ UDFന്റെ ലീഗിന്റെ കോട്ടയാണ്. പക്ഷേ അവിടെ ചിലയിടങ്ങളൊക്കെ LDFന്റേത് മാത്രമായിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, അതുപോലെ പെരുമ്പടപ്പ് ഭാഗങ്ങൾ, പൊന്നാനി ഭാഗങ്ങൾ, താനൂർ ബ്ലോക്കുകൾ, അങ്ങനെ ചില ഇടങ്ങൾ LDF കുത്തകയാക്കി വെച്ച സ്ഥലങ്ങളുണ്ട്. ആ കുത്തകകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അങ്ങനെ LDFന്റെ കുത്തകകളായി ഈ മലപ്പുറത്തെ ലീഗ് ആധിപത്യത്തിനിടയിലും ഉള്ള ആ തുരുത്തുകൾ പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ നിലവിൽ LDFനുണ്ടായിരുന്നു. അത് മുഴുവൻ പോയ മട്ടിലാണ് ഇപ്പോൾ ലീഡ് നിലനിർത്തുന്നത്. അതായത് മുഴുവനായിട്ടും UDF മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നു. കോഴിക്കോട്ടേക്ക് വന്നാൽ, കോഴിക്കോട് കേരളത്തിൽ ആകെ LDFന് ഒരു തുരുത്തായിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിൽ പോലും അവരുടെ മേയർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള CP മുസാഫർ അഹമ്മദ് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജയശ്രീ ജയിച്ചെങ്കിലും വളരെ കുറഞ്ഞ വോട്ടിന് ജയിച്ചു. നിലവിലെ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള T റെനീഷ് വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ BJP 3ാം സ്ഥാനത്തുള്ള പൊറ്റമ്മലാണ് BJP ഒറ്റയടിക്ക് 1ാം സ്ഥാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ റെനീഷ് അട്ടിമറി വിജയം ഉണ്ടാക്കിയ പുതിയറ വാർഡ് നിലനിർത്തുന്നു. ചാലപ്പുറം വാർഡിൽ BJP മുന്നോട്ട് വരുന്നു. അങ്ങനെ BJPക്ക് 13 സീറ്റ് എന്ന് പറയുന്നത് 7ൽ നിന്ന് 13 ഒന്നോ രണ്ടോ സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. UDF ആണ് വലിയ വിജയം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാക്കിയത്. ഇവിടെ LDFന് ഒറ്റക്കക്ഷി എന്ന രീതിയിൽ 35 സീറ്റുകൾ ഉണ്ടെങ്കിലും അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് കോർപ്പറേഷനിൽ എത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം UDF വലിയ മുന്നേറ്റം പലയിടങ്ങളിലും ഉണ്ടാക്കി എന്നുള്ളതാണ്. പല വാർഡുകളും പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ ഈ തിരിച്ചടിയുടെ ആഘാതം കണ്ണൂർ കോർപ്പറേഷനിൽ വ്യക്തമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF 2 സീറ്റ് മെച്ചപ്പെടുത്തി. അതേപോലെ തന്നെ LDF 2 സീറ്റ് പിന്നോട്ട് പോയി. BJP അവരുടെ സീറ്റിൽ 3 സീറ്റ് വർദ്ധിപ്പിച്ച് 4 അപ്പോൾ ആകെ മൊത്തം ഉണ്ടായ UDF മുന്നേറ്റം അത് കണ്ണൂർ കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കണ്ണൂരിൽ അവിടെയുള്ള മറ്റ് മുനിസിപ്പാലിറ്റികളിലോ ബ്ലോക്കുകളിലോ ഒന്നും അത്തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല. കാസർഗോഡേക്ക് വന്നാൽ LDFന് ആകെ ആശ്വസിക്കാവുന്ന ഒരു സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി UDFന്റേതാണ്. അവിടെ UDF നിലനിർത്തി. അതുപോലെ മറ്റ് മുനിസിപ്പാലിറ്റികൾ 3 ഉണ്ടായിരുന്നു. കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ മഞ്ചേശ്വരം, ഈ 2 മുനിസിപ്പാലിറ്റികളും അത് LDF നിലനിർത്തി. അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി UDFന് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ LDF സേഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട്ടേക്ക് പോയാൽ അവിടെ BJP മുനിസിപ്പാലിറ്റിയിൽ വലിയ ഒറ്റക്കക്ഷിയായി എന്നുള്ളതാണ്. പക്ഷേ അവിടെ UDF 18 സീറ്റുണ്ട്, 8 സീറ്റുകൾ LDFനുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടി ഒന്നിച്ചാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്കെത്താത്തത് കൊണ്ട് ഇരു മുന്നണികളും ചേർന്ന് ഭരിക്കുമോ എന്നതും ഒരു പ്രധാന ഘടകമാണ്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് ആ വിലയിരുത്തലിലേക്ക് വരണം.